കുറച്ച് നേദ്യച്ചോറ് തരട്ടെ. ഇപ്പോ നിമിഷകവതിയൊന്നും തോന്നാറില്ലേ? തെക്കേ മുറ്റം വിട്ടെങ്ങും പോകാത്തൊരാൽമരം ഇലക്കൈ വിരലാലെണ്ണി നാമം ചൊല്ലുന്നൊരാപ്പകൽ. കവിത നന്നായിരിക്കണു. എന്റെ അല്ല, കുഞ്ഞിരാമൻ നായരുടെ. ഉപ്പും പച്ചമുളകും വേണമെങ്കിൽ ഷാരത്തിന് വാങ്ങിച്ചോളൂ. ആഹാ, നെയ്യും വന്നോ? നേതച്ചോറുണ്ടായിരുന്നു. ആൽത്തറയിൽ ആശാന് കൊടുത്തു. പാവം. പലഹാരം ഉണ്ടാക്കാനൊന്നും ആളില്ല. ചായയുടെ വെള്ളം തളച്ചത്തിട്ട് തരട്ടോ ഞാൻ. അതിന് തന്നെ ചെക്കൻ വാലിമേന്ന് വിടാതെ എന്നും അടിയന്റെ കൂടെ പോരാ. ആഹാ, അവിടെ നിന്നിട്ടോ. പലഹാരത്തിന് അരയ്ക്കാനൊന്നും എന്നെ കൊണ്ട് വയ്യ. ഒരു പണിക്കാരനെ കിട്ടാണ്ട് വലഞ്ഞു കാളിയെ. ആരെങ്കിലും കിട്ടിയിട്ട് മതി പോവാന്ന് അടിയനും ആ മീനാക്ഷി ഇമ്പ്രാളത്തിയോട് പറഞ്ഞതാ. കേക്കണ്ടേ? ചോദിച്ചാ എന്തും ഞാൻ കൊടുക്കും. പിന്നീട് കളവ് കാട്ടുകാശ എങ്ങനെയാ നിർത്തുക? അന്നറിയാൻ മാത്രം ഞാൻ ഇത്തിരി പറഞ്ഞു. തോട്ടങ്ങല്ലോ മൂഞ്ചിയും മോറും വീർപ്പിക്കാൻ ആരായാലും പറയില്ലേ? കാളിയെ, ആ തൊഴുത്തിലെ ചാണകം വാരി പശുക്കുട്ടി അഴിച്ചു കെട്ട്. എന്നിട്ട് മതി ബാക്കി മുറ്റടിക്ക.
കെട്ടാൻ വരുവാ. എന്നാ അവിടെ നിന്നോട്ടെ, അച്ഛനാര് വന്നിട്ട് കെട്ടിക്കോട്ടെ. മാളൂട്ടിയമ്മേ, മാളൂട്ടിയമ്മേ. ആ അച്ഛനാര് വന്നോ? എന്തായി അച്ഛനാരെ? പലരോടും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വടക്കുമുറി ദേവകിയമ്മയ്ക്ക് 2 കുട്ടികളുണ്ട്. കഞ്ഞി കുടിക്കാൻ വഴിയില്ല. എന്നാലും അടുക്കളപ്പണിക്ക് പറഞ്ഞേക്കില്ല. ഇനി എന്താ ചെയ്യാ? ആരോടെങ്കിലും പറഞ്ഞു നോക്കാം. ഇനി ഹരിദാസനും കൂടി ഇങ്ങോട്ട് വന്നാ നാഴേക്ക് 40 വട്ടം ചായ വേണം. അവനെ കാണാൻ ആളുകൾ വരും. അവർക്ക് ചായ, 2 കൂട്ടം കൂട്ടാൻ. എനിക്കാണ് ഇത്തിരി നേരം അടുക്കളയിൽ നിന്നാ മതി, തോട്ടങ്ങും കാല് ചുട്ടു നീറാൻ. അത് അടിവാദത്തിന്റെയാ. വൈദ്യമഠത്തിന്റെ തൈലം തീർന്നാ പറഞ്ഞോളൂട്ടോ. നിങ്ങൾ നായരാവണം നമ്പ്യാരാവണം എന്നൊക്കെ പറഞ്ഞ ഇക്കാലത്ത് കിട്ടില്ല. വൃത്തിയും വെടുപ്പും ഉള്ള ആരായാലും മതി. ഞാനിത് എങ്ങനെ അങ്ങോട്ട് പറയൂന്ന് വിചാരിച്ചിരിക്കുക. എന്നാ വഴിയുണ്ടാവും. പണ്ടൊക്കെ വേറെ ജാതിക്കാരനകത്ത് കടക്കൂ. ഹരിദാസന്റെ കൂടെ പഠിക്കണവര് വന്ന നേരെ മുകളിലേക്കല്ലേ വിളിച്ചുകൊണ്ടുപോവാ. കഴിഞ്ഞ ഓണക്കാലത്ത് വന്നവർ അച്ഛനാര് കണ്ടു. അവര് പോയപ്പോ ഹരിദാസൻ പറയേ, അതിലൊരാള് മാപ്പിളയാന്ന്, ഒരാള് ചെറുമോനും. പറഞ്ഞിട്ടില്ല, അറിയില്ല കേട്ടോ. നല്ല തറവാടുത്തുള്ള കുട്ടികള്. അച്ഛനാര് വരും, ഒരു ഗ്ലാസ് ചായ തരാം. മാലവർത്തിയേ, മാലവർത്തിയേ. കുട്ടിശങ്കരമേനോൻ വരണണ്ടേ. വടക്കേർത്ത് എത്തിയപ്പോ വയറ്റിന്നൊരു കാഴ്ച മാതിരി. കഞ്ഞിൽ എവിടെ ഉണ്ടോ തൃപ്പിട്ടെടുക്കേ? ചെറുമിക്ക് കൊടുക്കാനുള്ള കഞ്ഞേ ഉള്ളൂ. ഇതാ, ഇത് കഴിച്ചോളൂ. എന്തൊരു താളം താളം. ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് അങ്ങനെയാ. എപ്പോഴാ വിശപ്പ് വരാ, എദ്യാ വിശപ്പ് വരാന്നൊന്നും പറയാൻ പറ്റില്ല. വിശപ്പ് കേട്ട് വന്നാ എന്തെങ്കിലുമൊക്കെ വാരി വെച്ച് നിന്നണം, ചോറോ കഞ്ഞിയോ. ഇല്ലെങ്കിൽ അപ്പ തലറിഞ്ഞു വീഴും. 2 വർഷം വീണില്ലേ ചുനാര്? എനിക്ക് തോന്നുന്നത് ഈ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇതിനകത്ത് എന്തെങ്കിലോ വാരി ഒളിച്ച് വെളിയിലേക്ക് ഇട്ടുക. അപ്പോ കുട്ടിശങ്കരമേനോ നോക്കിയില്ലേ? അതിനെങ്ങനെയാ? സൂചി കുത്തി അവരെന്റെ ബോധം കെടുത്ത് ഉറക്കിയില്ലേ? അല്ലേ ഞാൻ നോക്കില്ലേ? ഇങ്ങനെ നാട് മുഴുവൻ തെണ്ടണ നേരം കൊണ്ട് ആ പറമ്പിൽ ഇത്തിരി കൊത്തും കിളയും ചെയ്തുകൂടി. പലഹാരം ഒന്നും ഉണ്ടായിരുന്നില്ല എന്റെ വീട്ടില്. ഇവിടെ ഒന്നുമില്ല. ഭാഗം കഴിഞ്ഞ് പോയതാ വെച്ചാലും എനിക്ക് മാളൂർത്തി വേറെ ഒന്നും വിചാരമില്ല കേട്ടോ അച്ഛനാരെ. ആ ചൂടുള്ള കൂടി ചെന്നപ്പോ ഒരു വിയർപ്പും ഒരു ആശ്വാസവും. എന്നാ ഞാൻ കിഴക്കുംപാട്ടേക്കുള്ള വഴി ഏതാണ്? ഈ കുട്ടി അവിടെ പണിക്ക് നിർത്താനാ. അമ്പലത്തിന്റെ അവിടെ പോയി ചോദിച്ചാ മതി. പാടി കിഴക്കുംപാട്ടേക്കുള്ള വഴി ഏതാണ്?
ഞങ്ങൾ അക്കരന്ന് വരിക. ആരാ നിങ്ങളെ അയച്ചേ? ഞങ്ങളോട് വന്ന് പറഞ്ഞത് നെയ്ത്തമാപ്പിളയാണ്. മാപ്പിളയോട് പറഞ്ഞത് ഇവിടുത്തെ കാര്യസ്ഥനാ. 2 അടി നടന്നാ കിതയ്ക്കും, വയ്യ. അയറിയിരിക്കൂ. ആവോ, കേക്കും പാട്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇക്കരയ്ക്ക് ഞാൻ അധികം വന്നിട്ടില്ല. അക്കരെ എവിടെയാ വീട്? ഞങ്ങള് വെളുത്തെടത്തോരാ. ഇതെന്റെ മോളുടെ മോളാ. എവളുടെ അമ്മ മരിച്ച പിന്നെ ദേശപ്പണിയുടെ കാര്യമൊക്കെ മോശ. ആ മക്കളില്ലേ? ഉവ്വ്, മരിച്ചവളുടെ മൂത്തത് ഒരു മോനുണ്ട്. അവന്റെ ഭാര്യയും ഞാനും കൂടിയിട്ട് പലക്ക്. എന്താ പേര്? കുഞ്ഞുമാളു. മറ്റെവിടെയെങ്കിലും നിന്നിട്ടുണ്ടോ? ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. മകൻ പഠിപ്പ് കഴിഞ്ഞ് വന്ന അവനും കൂടി ഉണ്ടാവും. അവനും സ്ഥിരമായിട്ടുണ്ടാവില്ല, വല്ല ജോലിയായി പോണവരെ ഉണ്ടാവും. പുറംപണിക്ക് ചെറുമയുണ്ട്. എല്ലാ വീട്ടിലും സോപ്പിന്റെ പൊടി കൊണ്ടുള്ള അലക്ക് ഇസ്തിരിപ്പെട്ടിയായി. ഞങ്ങളെ കൊണ്ട് ആവശ്യമില്ലാണ്ടായി. വയ്യാത്തടുത്ത് വഴി നടന്നാലേ ഇന്ന് ഇവിടെ പാത്തിട്ട് നാളെ പോവാ. വൈകുന്നേരത്തേക്ക് എത്തുമെന്നും പറഞ്ഞു പോന്നതാ. ഞാൻ നടക്ക. മാസം കാര്യസ്ഥൻ അച്ഛനേരം കയ്യിൽ ഇവളുടെ ശമ്പളം കൊടുത്തയക്കട്ടോ. ഇവിടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഞാൻ നടക്കണ കുഞ്ഞുമാളു. പോരുമ്പം പറഞ്ഞില്ലേ, നല്ല പേര് കേൾപ്പിച്ചാൽ നമുക്ക് എല്ലാവർക്കും നല്ലതാ. ഞാൻ നടക്കട്ടെ. ഇളതരം മാറിയിട്ടില്ല പെണ്ണിന്. ഏറ്റല്ല, ഒക്കെ ശരിയായിക്കോളും. ഇടയ്ക്ക് വരൂട്ടോ. കുഞ്ഞുമാളു വരൂ. ഞാൻ അവിടെയാ കിടക്കുക, നിനക്ക് ഇവിടെ കിടക്കാം. രാത്രി വിളിച്ചാ കേൾക്കണടുത്ത്. അടുക്കള കിണറാ, അതുകൊണ്ട് വെള്ളം കെട്ടിപ്പേര് കൊണ്ടുവരുന്ന പണിയൊന്നും ഇല്ല. വിറക് ചെറുമം വെട്ടിട്ടോളും. വൃത്തി വെടുപ്പാണ് കാര്യം. കഴിഞ്ഞ വേനൽപൂട്ടിന് ഹരിദാസൻ വന്നപ്പോ ചോറിലൊരു മുടി കണ്ടു. 3 ദിവസത്തിന് പിന്നെ ചാപ്പാട് കഴിച്ചില്ല. നിന്റെ സാധനങ്ങളൊക്കെ ആ വടക്കേ കുട്ടിയറയില് ഒരു ഇരുമ്പ് പെട്ടിണ്ട്, അതില് വെച്ചട്ടോ. അലവി തരാനുള്ളത് മുഴുവൻ തന്നില്ല. ഇനിയുണ്ട് ബാക്കി 20. നാളെ തോട്ടങ്ങളക്ക് പുറംപണിക്കാരെ 2 ആണുങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അക്കരെന്നൊരു വെളുത്താഴ്ത്തിക്കുട്ടി വന്നിട്ടുണ്ട് പണിക്ക്. നെയ്ത്തം പറഞ്ഞിട്ടാണത്രേ. നേരാ, നെയ്ത്തിനോട് ഞാൻ പറഞ്ഞിരുന്നതാ. ആളെങ്ങനെ? വന്നിട്ടല്ലേ ഉള്ളൂ. വിളിച്ചതും പറഞ്ഞതും കേൾക്കാൻ അകത്തൊരാളുണ്ടല്ലോ, അതന്നെ വലിയ കാര്യം. വെളുത്താഴ്ത്തിയാന്ന് കണ്ടാ തോന്നില്ല. ഇനി അത് ആരോടും വിസ്തരിക്കാനും പോണില്ല. കാര്യം നടക്കട്ടെ. അടയ്ക്കക്കാരൻ അവധി പറഞ്ഞ നാളെയാണേ. ശരി, നാളെ പോയി നോക്കാം. പിന്നെ ഒരു 10 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് ബാക്കി തന്നാ മതിയായിരുന്നില്ലേ? ഇതാ. ഓ, അപ്പൊ ഞാൻ പോയിട്ട് വരാം. ആ. ദീപം ദീപം തിരുശ്രീയത്തുള്ള കൂട്ടത്തിലാ. എന്നാലും തിരുകൂടി പ്രായമുള്ളത് മതിയായിരുന്നു. താഴെയുള്ളവര് പഠിക്കുന്നുണ്ടോ? ചെറിയൊരു 2 ആളും. നിങ്ങളുടെ അച്ഛൻ ഒന്നും തരില്ലേ? ആദ്യമൊക്കെ തന്നിരുന്നു. ഇപ്പോ
ചെറിയൊരു 2 ആളെ അയച്ചു നോക്കി, ഒന്നും കൊടുത്തയച്ചില്ല. പാവം. ഇപ്പൊ അച്ഛൻ വേറെ സംബന്ധം കഴിച്ചിട്ടുണ്ടത്രേ. ആണായാലും പെണ്ണായാലും മണ്ടേല് വരെ നന്നാവണം. നീ വിളക്കടച്ച് പോയി കിടന്നോ. ഒന്ന് അഴിച്ചു കെട്ടിക്കോ. ചില നേരത്തെ ആളെ കണ്ട അതിനൊരു കുറുമ്പുണ്ട്, സൂക്ഷിക്കണം ഇട്ടുവോ. ആ നിനക്ക് ചവിട്ടലും കുത്തലും ഒക്കെ ഉണ്ടോ? എന്നെ മറിച്ചിടാൻ നോക്കിയാലേ നിനക്ക് ഞാൻ കഞ്ഞിവെള്ളവും തരില്ല, വൈക്കോലും തരില്ല. തരം കിട്ടിയാ തല്ലും ചെയ്യും. ആളുകൾ നിന്നെ പറ്റി വെറുതെ പറയല്ലേ. ഇഷ്ടമില്ലാത്തവര് വരുമ്പോ വികൃതി കാട്ടും. അങ്ങനെ തന്നെ വേണം. നടന്നോ നടന്നോ. ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ അമ്മേ. ഇങ്ങനെ വെള്ളം കലക്കിയാലോ കുട്ടികളെ, അടിയിൽ അപ്പിടി ചേറല്ലേ. അബോക്കരെ ഒരു പുട്ടും പഴം. ഈ പുട്ടും കടലും കുഴച്ച് തിന്നാ അതിന്റെ ഒരു സ്വാദ് വേറെ തന്നെയാണ്. പപ്പടം കൂടി ഉണ്ട് അതിശേഷം. ഇതെനിക്കാ. അച്ഛനാളെ തന്നെ പറയണേ. അബോക്കരെ കുട്ടിശങ്കരമന്നെ ഒരു പുട്ടും കടലയും കൊടുക്കൂ, ഒരു പപ്പടവും. എന്താ നിലപ്പഴം മാറ്റിക്കൂടാക്കി. സ്വല്പം അങ്ങോട്ട് മാറിയിരിക്കുക, എല്ലാവർക്കും ഇരിക്കണ്ടേ.
അച്ഛനാരെ ഒന്നുമില്ല. മേനോൻ കഴിക്കൂ. പ്രസാദം വേണോ? നമ്പൂരി എനിക്ക് കുറച്ചേറെ ഇട്ടു. എന്താ അകത്ത് കയറി തൊഴാത്തെ? പണിയുണ്ട്. കുട്ടി ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇന്നലെ വന്നേ ഉള്ളൂ കിഴക്കുംപാട്ട്. അത് ശരി. കുട്ടി തന്നെ ഇവിടെ പാർക്കാൻ നിൽക്കണേ. നേരത്തെ വരായിരുന്നില്ലേ? ഇന്ന് രാവിലെ അമ്പലക്കുളത്തിൽ പൂ വിരിഞ്ഞിരുന്നു. ഇന്നലെ സന്ധ്യക്ക് തൃപ്പടിമേലെ ആരോ പണം വെച്ചിരുന്നു. പൂപ്പയും വിരിഞ്ഞിട്ടുണ്ടല്ലോ. അതല്ല, ഇവിടുത്തെ തേവരുടെ വിശേഷം അത്. എന്തെങ്കിലും കാര്യസാധ്യത്തിന് പണം വെച്ചാൽ നടക്കും ചാല് കാലത്ത് പൂ വിരിയും. നീലച്ച താമര ഒന്നേ വിരിയൂ. അത് വേറെ ലോകത്തിൽ എവിടെയില്ല. പരീക്ഷിക്കാൻ വെച്ചാലൊന്നും വിരിയില്ല കേട്ടോ. എവിടുന്നൊക്കെ ആളുകൾ വരുന്ന വിചാരം. വേറെ അമ്പലങ്ങളിൽ ശുദ്ധികലശം വേണമെങ്കിൽ ഈ പൂ വേണം. എവിടെയാ വീട്? ഞാൻ ഷാരത്തിയാണ്. ഏടത്തി വന്നോ മണി? അടുത്ത ആഴ്ച എത്തും. ആ, കുട്ടി നടന്നോളൂ. ഇനി എപ്പോഴും കാണാലോ. ഹരിദാസൻ എന്നാ വരണേ? ബാലുകുട്ടിയമ്മയുടെ മകൻ. അറിയില്ല. ഈറം മാറാൻ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? ഉവ്വ്. ഇവിടെ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. എത്രയായാലും ഈ തറവാട്ടിലല്ലേ. എന്തേ? രാവിലെ എണീറ്റ ഈ മേനോൻ ആ ചായപ്പിടിയിലെ ആളുകളുടെ ചിരിയിൽ നോക്കി കുത്തിയിരിക്കും. ആളുകൾ പുളിച്ച ചീത്ത പറഞ്ഞാലും നാണല്ലാച്ച. ഞാൻ വെറുതെ പോയതാ മാളെടുത്തിയെ. കിഴക്കേ വേലി പൊളിഞ്ഞു കിടക്കുക. അത് നീർത്ത അച്ഛന്മാരൊന്ന് സഹായിക്കൂ. ചായയൊക്കെ ഞാൻ തരാം. എന്താ, ഞാൻ ചായ കുടിക്കാനല്ല വന്നത്. അതുകൊണ്ടാ പറഞ്ഞതൊന്ന് സഹായിക്കാൻ. എന്താ വെയില അച്ഛനാര്. നല്ല വെയിലോട് നോക്കാൻ വയ്യ. ഓയ്യോ അമ്മേ. എന്റെ അമ്പാൻ എണീറ്റ് ഞാൻ തണലുണ്ടാക്കി തരാം. പതുക്കെ പതുക്കെ ശരീരാനങ്ങാതെ വാ. എനിക്ക് വെയിലുള്ള വിധമൊന്നുമില്ല കേട്ടോ. എന്താ തല നീക്കാളൂ. പാവം. അമ്മ ചായ. പലഹാരം ഉണ്ടാക്കണോ? നമ്മള് മാത്രല്ലേ ഉള്ളൂ. ചായ മതി. നേരത്തെ ഊണി ഏർപ്പാടാക്കിക്കോ. നേരെ ഉച്ചയായി. എന്നിട്ട് മുറ്റടിക്കാൻ കാലിയുടെ എഴുന്നള്ളത്ത് കാണുന്നില്ലല്ലോ. ആ ഇന്നാടി. ആ ആ അല്ല, ഇത് കമ്പ് താഴാനാണോ അതോ പൊങ്ങാനാണോ? എന്താ ചോദിക്കും, എനിക്ക് വയ്യ. ആ ഇതൊരു ചതിയോട്ടോ അച്ഛനരെ. എന്റെ കൈ ബാക്കിണ്ടാവോ അച്ഛനരെ? ആ താഴെ വെറുതെ നിൽക്കണ്ട, ഞാനിത് അടിച്ച് താഴ്ത്തിക്കോളാം. ആ കമ്പെല്ലാം ഒന്ന് വെട്ട്. നിർത്ത ഇതൊന്നും എടുക്കട്ടെ. ഓ, അതിനത് നിർത്തണം. ആ അച്ഛനരെ ഞാനേ ഒന്ന് മൂത്രമൊഴിച്ചിട്ട് ഇപ്പൊ വരാം. മൂത്രമൊഴിക്കാൻ മുട്ടും, എനിക്കറിയാം. ജോലി ചെയ്ത് ക്ഷീണിച്ചതല്ലേ. അപ്പോഴാ നാഭി കനത്തിട്ട് വയ്യാതാ. ഞാൻ ചെയ്തോളാം. നിനക്കുള്ളത് എടുത്തു വെച്ചിട്ട് മതി ആണുങ്ങൾക്ക് വിളമ്പ. കുട്ടിശങ്കരൻ എന്തോ സൂക്കടാ. പാവം. എത്ര തിന്നാലും ആർത്തി തീരില്ല. ചോറുണ്ടാവും, കൊടുക്കാം. ആ ഹരിദാസന്റെ മുറി അടിച്ചു വാരി ഒക്കെ തട്ടി കുടഞ്ഞ് വൃത്തിയാക്കിക്കോ. പരീക്ഷ കഴിഞ്ഞിരിക്കണു. എപ്പോഴാ വരാന്നറിയില്ല. താക്കോല് എവിടെയാ? പൂട്ടിയിട്ടില്ല. അവൻ വന്നാ വീട്ടിൽ ഒച്ചയും അനക്കും ഒന്നും ഉണ്ടാവരുത്. അവന്റെ അച്ഛന്റെ ശുണ്ഠി എടുത്ത് ചാട്ടു ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാലോ ഉള്ളിലൊന്നും ഇല്ല കേട്ടോ. തിരിച്ചുക്കൾ എടുത്തോണ്ട് വരും. മാളവർത്തിയെ വേലിപ്പണി കഴിഞ്ഞു. എന്താ വെയില്.
കുഞ്ഞുമാളോ കുഞ്ഞുമാളോ കുട്ടിശങ്കറിന് ചോറ് കൊടുക്ക്. ഓ എന്നാ ഞാൻ കൈ കഴിക്കാം, അവിടെ ഇരിക്കാം. വാ. ആ പാത്രം ഇവിടെ വെച്ചോളൂ, ഇവിടെ വെച്ചോളൂ. ആ ഞാൻ വെച്ചോളാം. ഇവിടെ വെച്ചോളൂ, ഇവിടെ വെച്ചോളൂ, ഇവിടെ വെച്ചോളൂ. ഒഴിച്ചോളൂ, മുഴുവൻ വെച്ചോളൂ, മുഴുവൻ വെച്ചോളൂ. ഞാൻ കഴിച്ചോളാം, സംശയിക്കണ്ട, വെച്ചോളൂ. ചുക്കുവെള്ളം വേണോ? കുറച്ച് ചോറും കൂടി ഇവിടെ എടുത്തോളൂ. കൊണ്ടുവന്നോളൂ, കൊണ്ടുവന്നോളൂ, നമുക്ക് കൊണ്ടുവന്നോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. കൂട്ടാൻ ഇല്ലല്ലോ. കൂട്ടാൻ ഒരു പച്ചമുളക്, കുറച്ച് ഉപ്പ് കൂടെ എടുത്തോളൂ. ആ ആ ആ. ഒക്കെ ഈ ഓപ്പറേഷന്റെ ആളെ. കുട്ടിശങ്കരമന്നെ, ഒരാഴ്ചയായി ഞാൻ ഈ വേലി ഒന്ന് കെട്ടാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങളെ കണ്ടപ്പോഴാ ഞാൻ ഓർമ്മിച്ചത്. കന്നാലികൾ കയറി വാഴയെല്ലാം നശിപ്പിച്ച് കളഞ്ഞു. കുട്ടിശങ്ക ഒച്ച ഉണ്ടാക്കണ്ട. വരുന്ന ആൾക്ക് ഒച്ച എനിക്കൊന്നും ഇഷ്ടല്ലേ അത്രേ. സ്വപ്നത്തിലെ ആരാമത്തിൽ ഒരു മുട്ട് കരിഞ്ഞാൽ എന്റെ ഹൃദയത്തിൽ ചാമ്പൽ വീഴും. ഹരിദാസ്, കിഴക്കുംപാട്ട്. കുഞ്ഞുമാണോ, വേഗം ചായക്ക് വെള്ളം വെക്കൂ.
കഴിഞ്ഞിട്ട് നീ എന്താ ഇത്ര താമസേ? ചങ്ങാതിമാരൊക്കെ പല ദിവസം കേട്ടാണ് പിരിഞ്ഞത്. 4-5 ദിവസം വെറുതെ കൂടി, ആ, ഒരു രസത്തിന് വേണ്ടി. ഇനി എപ്പോഴാ അവരൊക്കെ കാണാൻ പറ്റുന്ന അറിയില്ലല്ലോ. ഞാൻ വിചാരിച്ചു ഹരിദാസൻ അപ്പമാവിന്റെ ഇടയ്ക്ക് സർക്കിട്ട് അടിക്കുകയാണോ. കത്തുണ്ടായിരുന്നു, സമയമുണ്ടല്ലോ, പിന്നെ എപ്പോഴെങ്കിലും പോകാം. പലഹാരം എടുക്കട്ടെ? പിന്നെ മതി. മീനാക്ഷി അമ്മയുടെ പോയി ആ ശ്രീകരം. മധുരമുണ്ട്. എന്താ? ചായക്ക്. ആ ആ, മുരിങ്ങയുടെ ഇല കിട്ടിയോ? അത് അവന് ഇഷ്ട. പരിപ്പിട്ട് വെച്ചോളൂ. മത്തനും ചേന അവന് ഇഷ്ടമില്ല. ആ പിന്നെ കുഞ്ഞുമാള്, പണി കഴിഞ്ഞ അവന്റെ മുഷിഞ്ഞതൊക്കെ ഒന്ന് തിരുമ്പിട്ടോളൂ. കോണിച്ചോട്ടിലുണ്ട്. മലരേ മാതള മലരേ, മദനൻ മധുപൻ മുരളീലോലൻ മധുരം നുകരാൻ വരവായി, നിന്നെ മാറോടു ചേർക്കാൻ വരവായി. മലരേ മാതള മലരേ, മലരേ മാതള മലരേ. ആശാനും വീട് വിളി തുടങ്ങിയോ? ഒക്കെ ഒരു പുകയാണ് കുട്ടി, പുക മറ, പുകമറ. ഭാഗവതരെ കാണാൻ പോകാറില്ലേ ആശാൻ? വേഗം വരുന്നുണ്ടാവും നീ. ആ, ഇവിടെ ഇരിക്കു കുട്ടി. ഏടത്തി പ്രസവിക്കാൻ വരുന്നുണ്ട് നാളെ. ഇത് 3ാമത്തെയാ. ഏടത്തിയും കുട്ടികളും ഏട്ടനും വന്നാ പിന്നെ വീട്ടുപണി എടുത്ത് എന്റെ എല്ലാം ഉള്ളും നുറുങ്ങും. ആ, കേൾക്കുമ്പാട്ട് പണി ജാസ്തിയുണ്ടോ? തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. വന്നവരുടെ ഹിതവും പ്രിയവും എന്താന്ന് അറിയില്ല. ചേട്ടത്തിക്ക് ഇക്കുറത്തെ പ്രസവം ഒത്തിരി ബുദ്ധിമുട്ടാവൂത്രേ. കുട്ടികൾ രണ്ടും എപ്പോഴും എന്റെ കൂടെ തന്നെ ആവും. എന്ത് വികൃതി ക്ലേശുണ്ടോ? ഏട്ടനാച്ചാൽ നാഴികയ്ക്ക് 40 വട്ടം എന്നെ വിളിക്കും. അമ്മണിക്കിപ്പോ ആലോചനയൊന്നും വരുന്നില്ലേ? അച്ഛനെ പിടിച്ചാൽ ജാതകം ചേരില്ല. ചേരുന്ന ജാതകത്തിന്റെ ആൾക്കാരെ ശരി ബോധിക്കൂല. കുട്ടിശങ്കരന്മാന്റെ വർത്താനം എന്തൊക്കെയാ? വീട്ടിലിരിക്കില്ല. ചോറ് കിട്ടുന്നിടത്തൊക്കെ തെണ്ടി നടക്കുക തന്നെ. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്റെ ജോലി ശരിയായാൽ അമ്മ അങ്ങോട്ട് പോരും. ആ, അപ്പൊ ഇവിടെയാ? അച്ഛനായൊരു തോട്ടം നോക്കട്ടെ. അമ്മ ഇവിടെ തനിച്ച് നിന്നിട്ട് എന്താ കാര്യം? ഒരു സൂക്കർ എന്ന അടുത്തൊരു ഡോക്ടർ കൂടി ഇല്ല. വിളിച്ചാ കേക്കണടത്തല്ലേ അച്ഛനാര്? അമ്മ ഒരാൾക്ക് വേണ്ടി ഒരു പണിക്കാരി, ചെറുമി, ജോലിക്കാര്, വീട് പൂട്ടി പോന്ന പറമ്പെന്നുള്ള ആദായം മുഴുവൻ ലാഭ. കിടക്കൊക്കെ കുടഞ്ഞു വിരിച്ചിട്ടില്ലേ? അമ്മ പോയി കിടന്നോളൂ. യാത്ര കഴിഞ്ഞതല്ലേ, നേരത്തെ ഉറങ്ങിക്കോ. ഭാഗവതരുടെ പാട്ട് ഇപ്പോഴും കേൾക്കുന്നുണ്ടല്ലോ. രാത്രി അതിന് ഉറക്കില്ല എന്നാ തോന്നണേ. നമ്മുടെ ദേശക്കാർക്കൊക്കെ സംഗീതത്തിൽ വലിയ താല്പര്യമായി കാണും അല്ലേ അമ്മേ? സംശയമുണ്ടോ? വടക്കേ ഇന്ത്യയിലും മറ്റും പോയി സംഗീതം പഠിച്ചു വന്ന ആളല്ലേ? നമ്മുടെ നാട് ഏതായാലും കൊള്ളാം. എന്റെ കൂട്ടുകാരോട് ഞാൻ പറയാറുണ്ട്, ആൽത്തറയിൽ നാണുവാശാന്റെ കവിത
പക്ഷപാതം ബാധിച്ച ശുപ്പുക്കുട്ടി ഭാഗവതര സംഗീതം, വിചിത്ര കഥാപാത്രങ്ങൾ അല്ലേ അമ്മേ? ശരിയാ മോനെ, നിന്റെ അച്ഛനും പറയാറുണ്ടായിരുന്നു ഈ അമ്പലവട്ടത്തിന്റെ ഐശ്വര്യം ഒന്ന് വേറെ തന്നെയാണെന്ന്. മുത്തശ്ശി പറയായിരുന്നു ഇവിടുത്തെ തേവരും മോശമില്ല എന്ന്. രാത്രി 3-4 സ്ഥലത്ത് സർക്കിട്ട് കഴിഞ്ഞ് രാവിലെയാണ് അത്ര എത്തുക. വേണ്ടാതെ ഓരോന്ന് പറയണ്ട. പെണ്ണ് വെള്ളം കൊണ്ടുവച്ചിട്ടില്ലേ? നേരത്തെ കിടന്നോ? കുഞ്ഞുമാളോ, ഒന്നുകൂടി കോണി കയറാൻ എനിക്ക് വയ്യ. ഹരിദാസിന് മുകളിൽ ലോട്ടയിൽ വെള്ളം കൊണ്ടുവയ്ക്കണം കേട്ടോ. ചുക്കളല്ല, പച്ചവെള്ളം. പലഹാരത്തിന് അരി വെള്ളത്തിലിട്ടോ കുഞ്ഞുമാളു? അവൻ ഉറങ്ങിയോ? വെളിച്ചുണ്ടെന്നാ തോന്നണേ. പരീക്ഷ കഴിഞ്ഞാലും പിന്നെന്തിനാ വായിക്കണേ? അവന് കണ്ണ് കണ്ടത് കുത്തി കുറിക്കുക, വായിക്കുക, അല്ലാണ്ട് വേറെ പണിയുണ്ടോ? പാവം. കുഞ്ഞുമോളെ, ഇങ്ങോട്ട് വരൂ. തിരക്കുണ്ട്, ഒന്ന് ഓടുക. ഇത്രത്തോളം ഇത് നോക്കെ, ഭംഗിയുണ്ടോ? ചേട്ട വാങ്ങിച്ചു തന്നതാ. സ്വർണ്ണല്ല, കണ്ടാ സ്വർണം പോലെ തോന്നും. കോയമ്പത്തൂരിന് വാങ്ങിയതാത്രേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അടുക്കളപ്പണിയുടെ തിരക്കാ. അമ്പലത്തിലേക്കൊന്നും കണ്ടില്ലല്ലോ. പുറത്താ, ഇന്നും 3. ഹരിദാസനില്ലേ? ഉണ്ട്. എപ്പോഴും മുറിയിലിരുന്ന് വായനയാ. ഏടത്തേക്ക് എണ്ണിക്കാനും നടക്കാനും വയ്യ. കുട്ടികൾ കടന്ന് പെര പൊളിച്ചാലും ഏട്ടൻ കമാനൊരക്ഷരം ഉണ്ടില്ല. ഞങ്ങൾ ചെനക്കുന്നത്ത് താലപ്പൊലിക്ക് പോകുന്നുണ്ട്. ഏട്ടൻ എന്നോടും പോരാൻ പറഞ്ഞു. നീയും വരുന്നോ? അയ്യോ, ഞാനില്ല. ഹരിദാസന്റെ അമ്മയോട് ഞാൻ പറയാം. അയ്യോ വേണ്ട, ഞാൻ പോന്നു കേട്ടോ. ഭാര്യത്ത് പോയിട്ട് താല ഏൽപ്പിക്കണം എനിക്ക്. അയ്യോ അമ്മേ, എന്താടി? എന്താ? എന്റെ കാലിമിൽ എന്തോ ചാടി. വലിയാവും. ആ നെല്ലും പൊത്തായതിന്റെ പൊത്തടയ്ക്കാൻ ഞാൻ അച്ഛനാരോട് എത്രയായി പറയണു.
തെക്കേ മുറിയിൽ എലിയുടെ ശല്യം ഉണ്ടോ മോനെ? ഏയ് ഇല്ല. ഇന്നലെ ആ പെണ്ണിന്റെ കാലുമിൽ എന്തോ ചാടിയത്രേ. സംവിധാനം മധു. സിന്ദൂരത്തിൽ പോയാണോ പോരുന്നോ? ഞാൻ പോണുണ്ട്. രാത്രി മുറിയിൽ വരണം. മൂന്നാമത്തെ കോണിപ്പടി ഇളകും, സൂക്ഷിക്കണം. പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷതി തന്നിൽ വീണാൻ അക്ഷമനായിട്ടവൻ. രക്ഷോനായകൻ പിന്നെ ലക്ഷ്മിദേവിയെയും കൊണ്ടക്ഷതാ ചിത്തത്തോടും ദക്ഷിണാദിക്ക് നോക്കി. നീ എന്തേ വരാഞ്ഞത്? വരണം. എന്റെ ഭഗവാനെ, എനിക്കറിഞ്ഞൂടാ ഈശ്വര. ആരോടാ ഞാൻ പറയാ? തൃപ്പടിമില് പണം വെച്ചിട്ട് പ്രാർത്ഥിച്ച എങ്ങനെയാ പോയില്ലയോ? എന്തറിയാനാ കുഞ്ഞുമോളൂന്? അതൊക്കെ ഉണ്ട്. പരീക്ഷിക്കണ്ടാട്ട് വെറുതെ. തേവരെ പരീക്ഷിക്കാനല്ല അമ്മണി, എനിക്ക് കാര്യമായി ഒരു സംഗതി അറിയാനാ. എന്താ കാര്യം? സ്വകാര്യ ആരോടും പറഞ്ഞൂടെ? ഇത് കളിയല്ല കുട്ടി.
എന്താ കുട്ടിക്കൊരു സംശയം? ഒന്നുമില്ല. ഉണ്ട്, മുഖം കണ്ടാൽ അറിയാം. തൃപ്പടിയിൽ പണം വെക്കാല്ലാത്തൊരു പ്രാർത്ഥിച്ച പൂ വിരിയോ? തേവർക്ക് എന്തിനാ പണം? കുട്ടി, പൂ വിരിയുന്നതെല്ലാം അത്യാവശ്യക്കാരെ ആശ്രയിച്ചിരിക്കും. ചിലർക്ക് മറുപടി താമരക്കുളത്തിലാകും. ചിലരോട് ഈ അരയാലിലകൾ മറുപടി പറയും. പ്രശ്നം വളരെ സങ്കീർണം അല്ലേ? ഭഗവാനെ, എനിക്കൊരു മറുപടി തരൂ. അമ്മേ, കുറച്ച് വെള്ളം. മോളില് വെള്ളം കൊണ്ടുവച്ചിട്ടില്ലേ കുഞ്ഞുമാളു? പൂച്ച തട്ടിമറിച്ചു. വെള്ളം കൊണ്ടു കൊടുക്കേ. രാരിശന്നൂർ അമ്പലത്തിൽ ശുദ്ധികലശുണ്ട്, അവിടേക്കാവും പോവ്. അതിന് ഇന്നലെ തൃപ്പടിമേൽ ആരും പണം വെച്ചിട്ടില്ലല്ലോ. പണം വെക്കാതെ തന്നെ നീലച്ച പൂവ് ഒഴിഞ്ഞിരിക്കണോ? അതാവും ഇവിടുത്തെ ദേവരുടെ മഹത്വം. കുഞ്ഞുമാളു, ഇന്നലത്തെ ചോദ്യത്തിന് ഏതായാലും മറുപടി ഉണ്ട്. അമ്പലക്കുളത്തിലൊന്ന് നോക്കിട്ട് പൊയ്ക്കോളൂ. ഞാൻ ചോദിച്ചെന്താണെന്ന് എനിക്കറിയില്ല. ദേവർ അറിഞ്ഞു തന്ന മറുപടി ആവട്ടെ. ഭഗവാനെ, സംശയം തീർന്നു. അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലേതാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്തു കണ്ടോ?
കുഞ്ഞുമാളു, ദീപം നീ ഇന്ന് വരണം. നീ എന്തിനാ ഭയപ്പെടുന്നത്? ഞാനില്ലേ പെണ്ണെ, നിനക്കെന്നും ഞാനുണ്ട്.
എന്നോടും കൂടി പറയില്ല? ഇത് മാത്രം പറയില്ല അമ്മി. ചെറിയ കാര്യമൊന്നും ആവില്ല. ഞാൻ പറയട്ടെ. കുഞ്ഞുമാളൂന് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. വിവരം ഇവിടെ ആരോ വന്ന് പറഞ്ഞു. നടക്കോ നടക്കില്ലേന്ന് അറിയാനല്ലേ? സത്യം പറഞ്ഞോളൂ. അല്ലേ അല്ല, കുട്ടിക്ക് ഒരിക്കലും ഊഹിക്കാൻ പറ്റില്ല. നോക്കൂ, ഞാനൊക്കെ പിന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉറപ്പായിട്ട് ഇപ്പൊ എന്നോടൊന്നും ചോദിക്കില്ലേ? അപ്പമാമയെ കാണുമ്പോ ഞാൻ പറയണുണ്ട്, വേവോളം കാത്ത ആറോളം നിൽക്കാന്ന്. ഉദ്യോഗം ശരിയായോ, അവനൊരു താവളായോ ഒന്നും ഒരു വിചാരവും ഇല്ല. വരണ കത്തിലൊക്കെ ഒന്നേ എഴുതാനുള്ളൂ, രത്നത്തിന്റെ പുറമുറിക്കാര്യം. മറ്റുള്ളവരുടെ കാര്യം പോലെയാണോ ഇവിടുത്തെ കാര്യം? ആണായിട്ട് ഒരുത്തൻ മാത്രമേ ഉള്ളൂ. ഉദ്യോഗമോ മാസപ്പടിയോ ഒന്നുമില്ലാതെ കഴിഞ്ഞുകൂടാനുള്ള വകയുണ്ട്. അതുകൊണ്ടായിരിക്കും അപ്പമേനം ധൃതി കൂട്ടുന്നത്. ജോലിക്കാരത്തിന് വല്ലതും നോക്കണുണ്ടോ ദാസ? എന്റെ ഒരു ചങ്ങാതിയുടെ അച്ഛൻ എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ പാസ്സായി കിട്ടണ്ടേ? ഒരു പേപ്പറ് വലിയ കുഴപ്പമായിരുന്നു കുറി. എപ്പോഴും സംശയ. ഇനി വിവരം അറിയുമ്പോ 1ാം ക്ലാസ് തന്നെ ഉണ്ടാവുകയും ചെയ്യും. അതാ അവന്റെ സ്വഭാവം. മനസ്സിനൊരു ഉറപ്പുമില്ല, പാവം. പരീക്ഷയുടെ കാര്യത്തില് എന്താ അത്ര പേടി? ഒരു പേപ്പറ് ആകെ തകരാറിലായിരുന്നു. സാരില്ല, ഒന്നും പറ്റില്ല. സംശയം ഉണ്ടെങ്കിൽ ഞാൻ തീർത്തു തരാം. ചിരിക്കണ്ട, ഇത് കളിയല്ല. അറിയാനൊക്കെ വഴിയുണ്ട്. ബോർഡ് ഓഫ് എക്സാമിനേഴ്സ് നീയോ? എന്താ പറഞ്ഞേ? മാർക്കിടുന്നത് നീ അല്ലല്ലോ. ഞാനിടണ്ട, എല്ലാം അറിയണ ഒരാളുണ്ടല്ലോ. ഉറങ്ങിക്കോളൂ. അമ്മണി, നേരത്തെ പ്രസവിച്ചു ഇന്നലെ രാത്രി. പിന്നെയും പെൺകുട്ടി. ഞാൻ ചെട്ടിച്ചിട്ട് അവിടെ പോയിട്ട് വരാ. ദാസേട്ടന് മുളകോപ്പട ഇഷ്ടാത്രേ. വരണില്ലേ? കുട്ടി കാണണ്ടേ? നല്ല നിറം, എന്ത് മുടിയസുണ്ടോ? ഞാൻ പിന്നെ വരാം, കുളിയും കൂടി കഴിഞ്ഞിട്ടില്ല. നിക്കൂ കുട്ടി, ഏട്ടൻ എന്തൊക്കെ തമാശ പറയേച്ചുണ്ടോ? അമ്മണിക്ക് ഇംഗ്ലീഷ് അറിയോ? എന്തിനാ? കഷ്ണോ മുറിയൊക്കെ കേട്ടാൽ അറിയും. ഏട്ടൻ അതും ഇതൊക്കെ പറഞ്ഞു തരും. പഠിക്കാൻ പറയും. ഇനി ഇപ്പോഴാ പഠിപ്പ്. സ്വീറ്റ് എൻച്ച എന്താ? അത് മധുരമുള്ളതിനൊക്കെ പറയും. മിഠായി, ലഡു ഒക്കെ സ്വീറ്റാ. സേഫ് എൻച്ച എന്താ? സേഫ് സേഫ് അലമാരിക്കാ പറയാൻ തോന്നി. നിന്നോട് ആരാ ഇംഗ്ലീഷിൽ ലെക്ചർ അടിക്കണം? ആരുമില്ല, വെറുതെ ചോദിക്കുക. പോട്ടെ കുട്ടി, സൂക്ഷിച്ചോ. ഇംഗ്ലീഷ് തുടങ്ങിയാ സൂക്ഷിച്ചോ. MA കാരനുള്ള വീടല്ലേ. വേറെ ചിലരുടെ ഇംഗ്ലീഷ് എന്റെ അടുത്തും കൂടുന്നുണ്ട്. ആരാ? തെറ്റായി വിചാരിക്കാൻ കൂടി പാടില്ലാത്തോരാന്ന് വെച്ചോളൂ. കുട്ടിക്ക് പ്രാന്താ. കുറച്ചൊരു എരിവും കൂടി വേണ്ടിയിരുന്നല്ലേ? അബോഗ്രെ, അച്ഛനേരെ വന്നവിടെ. ഹരിദാസിനൊരു കമ്പി ഉണ്ടായിരുന്നു. ഇതാ കുട്ടി ശങ്കരമേനോൻ. ഇയാളാ തറവാട്ടിലെ ആളാ, ഇയാൾ കൊടുത്തോളും. മേനെ ഇതിലൊന്ന് ഒപ്പിടൂ. ഞാൻ എന്റെ ആയുസിനിടയിൽ കമ്പിയിൽ ഒപ്പിട്ടിട്ടില്ല, എന്നിട്ട് ഒപ്പിടാനും ചെയ്യാറില്ല. ആരാ ഷോട്ടോട്ടെ? അല്ല, ഹരിദാസ് മേനന്റെ കമ്പിയാണ്. അപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞാൽ ഒപ്പിടില്ല. ഇത് പുലിവാലായല്ലോ, ഒപ്പിട്. മനുഷ്യരായ പറഞ്ഞാൽ മനസ്സിലാക്കണം. ആ അച്ഛനാർ എപ്പാണ്ട് പോയിട്ടുള്ളന്ന് നിങ്ങൾ അയാളെ കൊടുത്താൽ മതി. ശരി, ഉപ്പ് കുറവാ തോന്നല്ലേ? അതൊക്കെ കുറച്ച് ഉപ്പിട്ട് കൊടുക്ക്. വേണ്ട.
അച്ഛനേരെ ഹരിദാസിന് ഒരു കമ്പിയുണ്ട്. കമ്പിയോ? അതെ, ഹരിദാസിനെ. ഇതിനൊന്ന് ഒപ്പിടോ? എനിക്ക് ഒപ്പിടാവും. കമ്പിയല്ല, ആർക്കും ഒപ്പിടാം. ഓ, അച്ഛനേരെ കിഴക്കുംപാട്ട കറണ്ടിന്റെ ബില്ല് കെട്ടിയില്ലല്ലോ. ഓടോടുന്ന കറണ്ട് കമ്പിയാണ് ഹരിദാസിന്. മാറും. നേരമില്ല കുമാര, ഹരിദാസിന്റെ കമ്പി. അച്ഛന്മാരെ കിഴക്കമ്പാട്ടെ കൊയ്യാറാ. അവിടെ നിന്ന് കൊയ്ത്തല്ല, കമ്പി. ഓ, മാറുകയില്ല. ഹരിദാസൻ ജയിച്ചു. 1ാം ക്ലാസ് അതിലപ്പുറം ഉണ്ട്. അച്ഛന്മാരിപ്പൊ കമ്പി കൊണ്ടുവന്നു. എന്താ കുഞ്ഞുമാളു? അമ്മേ, നമുക്കിന്നൊരു പായസം വെക്ക. വേണ്ട കുട്ടി, അമ്പലത്തിന് പണപ്പായസത്തിന് അച്ഛനേരെ അതിൽ കാശ് കൊടുക്കാൻ പോവാ ഞാൻ. എന്റെ മോന്റെ മോൻ വന്നിട്ടുണ്ട്. 5-8 കൊല്ലായി അവന്റെ ഒരു വിവരവും ഇല്ല. ഇപ്പഴാ വരണേ. അവന് റൊട്ടിപ്പീടിയയില് പണിയാണ്. തള്ളയ്ക്ക് സഹായത്തിനൊരാളായല്ലോ. അവൻ ഇവിടെ നിന്ന് അലക്കിന് സഹായിക്കാൻ ആളായി. 4 ആളുടെ പണി ഒറ്റയ്ക്ക് ചെയ്യും. പക്ഷെ വന്ന് അങ്ങോട്ട് പോവാൻ തിരക്കൂട്ടുക. കുഞ്ഞുമാളു, ഒന്നിങ്ങോട്ട് വരൂ. കൈ ഒഴിഞ്ഞിട്ട് മതി. നിന്റെ അപ്പുട്ടേട്ടൻ വന്നിട്ടുണ്ട് കുഞ്ഞുമാളും. ആങ്ങള് പറയാണ് അവൻ ഇവിടെ തന്നെ നിർത്തുവാ നല്ലതെന്ന്. ആലോചിച്ചപ്പോ ഒരു വഴിയാ കണ്ടത്. ഇവളെ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. അപ്പൊ തന്നെ ഇവിടെ നിന്നോളും. അവൾക്ക് 10-17 വയസ്സായില്ലേ? അമ്മ ഉറങ്ങുന്നു. മോളിൽ വാ. എന്താ ഒരു ദുഃഖം? എന്തോ എനിക്ക് പേടിയാവുന്നു. എന്തിന്? നിനക്ക് ഞാനില്ലേ? അടുപ്പത്ത് ഞാൻ നോക്കാം. നീ വൈദ്യുതി അടുപ്പ് എന്റെ സഹചരാതി തൈലം വാങ്ങിക്കൊണ്ട്. അച്ഛനായിരുന്നു വരണ്ടാവില്ല. മുകളിലേക്കുള്ള ചായ അത് ഞാൻ കൊടുക്കാം. ഇപ്പൊ വേണ്ട. പിന്നെപ്പോൾ? എപ്പോഴും. എനിക്ക് ഒരു ജോലി കൂടി ശരിയാകണം. അതിന് നിന്റെ കയ്യിൽ സ്പെഷ്യൽ പ്രാർത്ഥന വല്ലതും ഉണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ഉറുപ്പ് തരുമോ? എന്തിന്? ആവശ്യമുണ്ട്. ഇതൊന്നും വേണ്ട, ഒരു ഉറുപ്പ്യ മതി.
ഭഗവാനെ, കുട്ടിയുടെ പ്രാർത്ഥന എപ്പോഴും ഫലിക്കുമല്ലേ? എല്ലാം ഭഗവാൻ നിശ്ചയിക്കണ പോലെ വരും. ഞാൻ കുറെ പ്രാർത്ഥിച്ചു നോക്കി. എല്ലാ കണക്കും എപ്പോഴും തെറ്റിയിട്ടേ ഉള്ളൂ എനിക്ക്. എന്താ അമ്മണി? ഒന്നുമില്ല. ഞാൻ അക്കരയെന്ന എന്റെ ബന്ധത്തിലൊരു കുട്ടിയുണ്ട് ഇവിടെ ജോലിക്ക് നിൽക്കണം. ഒന്ന് കാണണം. എനിക്ക് നാട്ടിൽ നിൽക്കാൻ നേരമില്ല. ടൗണിൽ ബേക്കറിലെ ജോലി. എനിക്ക് ഉടനെ പോണം. അതിനു മുമ്പ് ഞങ്ങളുടെ ചില വീട്ടുകാര്യങ്ങൾ ശരിയാക്കണം. എനിക്ക് തിരക്കുണ്ട്. എനിക്കിവിടെ പണിയുണ്ടെന്ന് അമ്മ പറഞ്ഞാ മതി. ചെന്നിട്ട് വിവരം ചോദിക്ക്. കാണാൻ പറ്റില്ല എന്ന് ഞാൻ എങ്ങനെയാ പറയാ? ചിലപ്പോ ഒരു പെണ്ണ് കാണല് കൂടെ ആവൂ. ആരും അങ്ങനെ എന്നെ കാണണ്ട. അതൊക്കെ എല്ലാ പെൺകുട്ടികളും പറയാറുള്ളത് തന്നെയാ. ചെല്ല്. ആ, അയാൾക്ക് ചായയുടെ വെള്ളം കൊടുക്ക്. പിന്നെ ഉണ്ണാൻ നിക്കണുണ്ടേ ഉണ്ടോളാനും പറയൂ കേട്ടോ. കുഞ്ഞുമാളോ, ഞാൻ നാട്ടിലേക്ക് പോന്നു. വല്യമ്മ പറഞ്ഞു. നിനക്ക് ഇവിടെ സുഖാണോ? ഇവിടെ ആരൊക്കെയുണ്ട്? അധികം ആരുമില്ല. അമ്മയുണ്ട്. പിന്നെ ഇപ്പോ അമ്മയുടെ മകനും. ഓ, ഇപ്പൊ കണ്ട ആൾ. അവിടെ എനിക്ക് 15 രൂപയുടെ കാശ് കിട്ടും, ചിലപ്പോ 20. പക്ഷേ ഇനി പോണ്ടെന്ന് അച്ചമ്മയ്ക്ക് ശാഠ്യം. നിന്റെ അഭിപ്രായം അറിയണം. നീ എന്നാ അങ്ങോട്ട് വരണത്? അതറിഞ്ഞിട്ട് വരാനാ അച്ഛനും അച്ഛമ്മ എന്നെ അയച്ചത്. നീ എന്തോന്നും മിണ്ടാത്തെ? അമ്മയോട് ചോദിക്കണം. ഇവരുടെ സൗകര്യം നോക്കി എന്റെ കാര്യം തീരുമാനിക്കാൻ പറ്റില്ല. എനിക്ക് ടൗണിൽ കഴിഞ്ഞാൽ ഒരു പ്രയാസമില്ല. പിന്നെ ആ തള്ള പറയുമ്പോ പതുക്കെ ഇവിടെ കേൾക്കാൻ തക്കവണ്ണം ശബ്ദം മതി. വെള്ളിയാഴ്ച നീ അങ്ങോട്ട് വരണം. വരികയാണെങ്കിൽ താമസിച്ച് ഞാൻ എന്റെ പാട്ടിന് പോവും. അച്ഛമ്മയെല്ലാം ആര് പറഞ്ഞാലും. ചായ വേണ്ട, ഞാൻ പീടിയെന്ന് കഴിച്ചോളാം. വെള്ളിയാഴ്ച കഴിയുമെങ്കിൽ അതിനു മുമ്പ്. ഞാൻ പോയില്ല. എന്നെ പറഞ്ഞേക്കരുത്. ഞാൻ ആരെയും പറഞ്ഞേക്കുന്നില്ല. അത് പറഞ്ഞോണ്ടായില്ല. നിന്റെ വീട്ടുകാരൊന്ന് വിളിച്ചോണ്ട് പോകുമ്പോൾ ഞങ്ങൾ എന്ത് പറയും? ഞാൻ ദാസേട്ടന്റെ അമ്മയുടെയും കൂടെ കഴിഞ്ഞോളാം. കിടക്ക്. എനിക്ക് പുലർച്ചെ പോണം. ആ വണ്ടി തെറ്റിയാൽ ഇന്റർവ്യൂ പോവും. ഒന്നും പോയില്ല. ഒക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. വീണ്ടും നിന്റെ നീലപ്പൂവിന്റെ കാര്യമായിരിക്കും നീ വിചാരിക്കുന്നത്. ഭഗവാൻ കണ്ണിൽ കാണിച്ചു തരുന്നല്ലേ. കിടക്ക്. വല്യമ്മ പിന്നെയും വന്നു. പോയിക്കോളൂ കുട്ടി. പറഞ്ഞു കേട്ടേന്ന്. അയാൾക്കിപ്പോഴെന്താ ഇത്ര മോശം? നമ്മളൊക്കെ ഒരു പ്രായത്തില്
ആകാശത്തുനിന്ന് ദേവന്മാർ ഇറങ്ങി വരുമെന്ന് വിചാരിച്ചിരിക്കും. ഒന്നും ഉണ്ടാവില്ല. വന്നത് കളഞ്ഞതിന് അവനോട് തന്നെ പിന്നെ ദുഃഖം തോന്നും. എന്റെ കാര്യം നോക്കൂ. വീട്ടിൽ ഒരു മിനിറ്റ് ഇരിക്കാൻ എനിക്കിഷ്ടമില്ലാണ്ടായിരിക്കുന്നു. ഞാൻ എവിടെ പോകാൻ? ദാസയുടെ ഇന്റർവ്യൂ കഴിഞ്ഞ് വന്നിട്ടുണ്ടാവും. ഞാൻ പോട്ടെ. കുഞ്ഞുമോളൂ, വല്യമ്മ പറഞ്ഞത് കേട്ടോളൂ കേട്ടോ. കുഞ്ഞുമോളെ കൊണ്ട് മാറി നിൽക്ക്. ദാസൻ ഇറങ്ങായി. വെളുത്തെടുത്ത ശകുനത്തിന് മോശമാണെന്നൊരു പ്രമാണമുണ്ട്. ജോലി പ്രവേശിച്ചിട്ട് വിവരത്തിന് എഴുതാമേ. വല്ല അച്ചാറോ മറ്റോ വേണമെങ്കിൽ എഴുതിയാ മതി, ഞാൻ കൊണ്ടുവന്ന് തരാം. കുറച്ച് വാഴക്കപ്പേരി കൂടി ആയിക്കോട്ടെ, കുറച്ച് പുട്ടും പയറും കൂടി ആയാലോ? കളിയാക്കേ. അമ്മാവന് വയറ്റുവേദന എങ്ങനെയുണ്ട്? വയറ്റുവേദന ഇപ്പോഴത്തെ വിശപ്പ് വെച്ച് നോക്കുമ്പോ ഒരു ഓപ്പറേഷനും കൂടി ആയ എന്തായിരിക്കും കഥ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. ഒന്നുകിൽ നാട് മുടിയും, അല്ലെങ്കിൽ ഞാൻ ചാവും. ട്രെയിൻ സമയമായി. അപ്പൊ പുറപ്പെട്ടോളൂ. തിരിയുന്നു കരുക്കളായി ചരാചരമിങ്ങാരുടെ നിത്യലീലയിൽ അരുളട്ടെ നമുക്കവൻ ശുഭം പരമേശൻ ഭവമുക്തിദായകൻ. എങ്ങട്ടാ? എങ്ങോട്ടും ഇല്ല. എന്താ കൂട്ടാൻ? മോളോഷ്യം. ദാസം പണി കിട്ടി പോയതിനു ശേഷം കൂട്ടാനൊക്കെ മോശമാവുമല്ലേ? പൊക്കോ പൊക്കോ പൊക്കോ. അമ്മനെ എവിടെ തങ്കം? ചെറിയമ്മയ്ക്ക് സുഖമില്ലാണ്ട് നടക്കുക. എന്താ പനി? നീ വന്നില്ല. നിന്റെ അച്ഛമ്മയും കിടപ്പില്ല. എന്റെ അമ്മ മാത്ര ഇപ്പൊ അലക്ക്. ശമ്പളം വാങ്ങാൻ എക്കുറി വരാത്തപ്പോ എന്താന്ന് വിചാരിച്ചു. അച്ഛനാരുടെ അടുത്ത് കൊടുത്തയച്ചല്ലോ, കിട്ടിയില്ലേ? അതുകൊണ്ട് തീരെയൊന്നുമില്ല അവിടുത്തെ പ്രാരാബ്ദം. ഞാനൊരു ദിവസം വരാം അച്ഛമ്മയെ കാണാൻ. അങ്ങനെ വരണ്ട. ഞാൻ വിളിച്ചപ്പോ വരാത്തവര് അവിടെ വിരുന്നിന് വരണ്ട. ഞാനപ്പോ അവിടെ ചെലവ് നടത്തണേ. ഇനി ആ പടി കയറിയ നിങ്ങൾക്കിപ്പോ ബോധമില്ലാണ്ട് ഓരോന്ന് പറയാണ്. നീ ഒരിക്കൽ വരും, അത് എനിക്കറിയാം. വലിയ വീട്ടിലെ പണിക്കാർത്തികൾ കിട്ടുന്ന പാണ്ഡവം ചൂടുകൊണ്ട് നീ വരും.
ആളുകള് കേൾക്കൂല നിന്റെ തമ്പ്രാക്കന്മാരാരും എനിക്ക് ചെലവിനേർന്നില്ല. ഒരു കേട്ട സോപ്പ്, ഒരു നുള്ളു പൗഡർ, ഇതിന്റെയൊക്കെ വിലയല്ലേ നിനക്ക് കൊള്ളൂ. അനാശം പറഞ്ഞാലുണ്ടല്ലോ, സ്വന്തം ബന്ധമൊന്നും ഞാൻ നോക്കില്ല. കാരണം പോണ്ടായിരുന്നു. അല്ല, ഈ വഴിയും കിഴക്കമ്പാട്ടുകാരുടെ വഴിയായിരിക്കും. എന്താ വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല, സുഖം. പണി തെറ്റൊന്നുമില്ല. അപ്പേട്ടൻ ചെന്നിരുന്നത്രേ. മൂപ്പര് വിടാതെ കൂടെ ഉണ്ടല്ലോ. അങ്ങനെ തിരക്ക് കൂട്ടാറൊന്നും ആയിട്ടില്ല. അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. എപ്പോഴായാലും വേണ്ടതല്ലേ. മുഴുവൻ ഹരിദാസന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാൻ പറ്റൂലല്ലോ. എല്ലാം ഒരു ചെറിയ മട്ടത്തിലൊക്കെ മതി. അങ്ങ് നിന്നും സ്വന്തക്കാരാവുമ്പോ വലിയ ഘോഷം കൂട്ടുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇനി എല്ലാം അവനും അപ്പേട്ടനും തന്നെ തീരുമാനിക്കട്ടെ. അതെ. പ്രിയപ്പെട്ട അമ്മയ്ക്ക് ഇവിടെ വിശേഷമൊന്നുമില്ല. അമ്മയുടെ കാലിലെ അസുഖം അധികമൊന്നുമില്ലെന്ന് കരുതുന്നു. ഞാൻ പണമൊന്നും അയക്കുന്നില്ല. അവിടെ വിശേഷിച്ച് പണത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. എല്ലാ മാസവും കുറേശ്ശെയായി അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വാങ്ങുവാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പുമമ്മ വന്നിരുന്നു. വീട്ടിലേക്ക് ചെല്ലാൻ നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. ഒരു ഞായറാഴ്ച പോയി വരാം. ബസ്സിന് പോയാൽ അന്നേക്കൊന്ന് മടങ്ങാം. അച്യുതൻ നായർ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാവുമല്ലോ. ഇപ്പോൾ മാറ്റം വന്ന ഒരു ഓഫീസർ ഒരു നമ്പ്യാരാണ്. അച്ഛനെ പരിചയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. വേറെ വിശേഷമൊന്നുമില്ല. സ്വന്തം മകൻ ഹരിദാസൻ. അമ്മായി, അമ്മായി. അല്ല, ഇതായത് ദാസനോ? നീ എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വാ മോനെ. ജോലി സ്ഥലത്ത് താമസമൊക്കെ സുഖമാണോ? ആ, ഒരുവിധം സുഖം. രത്നം, ചെക്ക്. രത്നം, ദാ വരുന്നു അമ്മേ. ഹായ്. നിന്റെ ദാസേട്ടൻ വന്നിരിക്കണോ? ദാസേട്ടൻ തടിച്ചിരിക്കുന്നു. നീ അങ്ങ് മെലിഞ്ഞ് സുന്ദരിയാകാൻ ശ്രമിക്കാണ് അല്ലേ? അപ്പുമാമ എവിടെ? ഇന്ന് വക്കീലിനെ കണ്ടിട്ട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. കുറച്ച് കഴിയുമ്പോഴേക്കും വരും. ഞാനീ ഒരിക്കൽ വരാം. അതൊക്കെ വെറുതെ പറയാമേ. അച്ഛൻ വന്നിട്ട് പോയാ മതി. ദാസേട്ടൻ, നമുക്ക് ചെസ് കളിക്കാം. മോനെ, ദാസേട്ടന് ശല്യം ചെയ്യാതെ പോയി മേക്കരുത്. കുട്ടിക്കാലത്ത് കണ്ടതാണ് ഈ വീട്. അമ്മാമ്മ മറ്റേ കാര്യം പറയാനാ പ്രത്യേകം വരാൻ പറഞ്ഞത്. ഏത് കാര്യം? രത്നത്തിന്റെ. അതിനകത്ത് വലിയ തിരക്കെന്താ? നിനക്ക് തിരക്കുണ്ടാവില്ല. അവൾക്ക് വയസ്സ് 22 ജോലി ചേർന്ന ഉടനെ ലീവ് എടുക്കുന്നത് ശരിയല്ല അമ്മായി. അതിനെന്തിനാ ഇത്ര ലീവ്? ഒരു ഞായറാഴ്ചയുടെ കൂടെ 1 or 2 ദിവസം ഉണ്ടായ ധാരാളായി. എവിടെയോ കിടക്കുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ. ഒക്കെ
ഒക്കെ അമ്മാമ്മ വന്നാ പറയും. രാവിലെ നേരത്തെ അങ്ങ് പോയാ മതി. അയ്യോ, എനിക്ക് ഓഫീസുണ്ട് അമ്മായി. 6:30 ഒരു ബസ്സുണ്ട്. 7:30 ബസ്സിൽ പോയാലും മതി. അഥവാ 8:30 ഫാസ്റ്റിന് പോയാലും കറക്റ്റ് ടൈമിന് ഓഫീസിലെത്താം. ആ, ഞാൻ ഷർട്ടും മുണ്ടും ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അതൊരു പ്രശ്നമല്ല. 6:30 തന്നെ പോവാം. റൂമിലെത്തി കുളിച്ച് ഡ്രസ് ചെയ്ത് പോവാൻ ധാരാളം സമയമുണ്ട്. ആ, നീ വന്നോ, ഇരിക്കേ. പോവാൻ നിൽക്കുക. ഞാൻ പറഞ്ഞു രാവിലെ പോവാന്ന്. കുറച്ച് തിരക്കൊക്കെ കാണിക്കണം, തിരക്കില്ലെങ്കിലും. അതല്ല ഇന്നത്തെ ഒരു നാട്ടുനടപ്പാണ് മോളെ. ഇനി ധൃതിയില്ലല്ലോ. മുകളിലിരിക്കാം. സ്റ്റീരിയോയിൽ നല്ല റെക്കോർഡ് വെച്ച് പാട്ട് കേൾക്കാം. ഏതായാലും ഇന്ന് പോകാത്ത സ്ഥിതിക്ക് ഈ നാട്ടും പുറക്കൊന്ന് ചുറ്റിക്കണം. ഞാൻ ഇപ്പൊ വരാം. മെല്ലെ മെല്ലെ, സൂക്ഷിച്ചിറങ്ങും. എന്തൊക്കെയാണ് ഡിസൈഡ് ചെയ്തത്? ആ, മാമ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡിസിഷൻസ്? വാട്ട് ആർ ദ ഡിസിഷൻസ്? അതൊക്കെ സമയമാവൾ അറിയിക്കും. അല്ല, എനിക്ക് ധൃതിയൊന്നുമില്ല. എനിക്കും. ആ, കണ്ടിടത്തോളം അമ്മായിക്കാണ് വലിയ തിരക്ക്. ദാ, നമുക്ക് അങ്ങോട്ട് പോകാം. ഓ, രത്നത്തിന്റെ നാട്ടിലെ അസ്തമയം മനോഹരമായിരിക്കുന്നു കേട്ടോ. Oh, that's too much. A thing of beauty is a joy forever, isn't it? ഷുവർ, നല്ല കഥ. ദാസൻ ഇവിടെ കിടന്നോട്ടെ. അനിയനും നീയും താഴത്തെ മുറിയിൽ കിടന്നോ. ധൃതി പിടിക്കണ്ട. കിടക്കാറാവുമ്പോ കിടന്നാ മതി. നിന്റെ അമ്മാമ്മക്ക് 10 അടിച്ചാൽ കിടക്കണം. ഞങ്ങളൊക്കെ കുറെ വൈകും. ഉണ്ട്. നേരത്തെ ഉണരൂ. ആ, വേണമെങ്കിൽ ഞാൻ 5-നോ 5:30-ക്കോ രാവിലെ വിളിക്കാം. വിളിക്കേണ്ടി വരില്ല. ചിലപ്പോൾ ഞാൻ ഉറങ്ങില്ല. അത് ശരിയായ പ്രണയരോഗികൾക്കല്ലേ, നമുക്കില്ലല്ലോ. ഗുഡ് നൈറ്റ്.
നാണക്കേട് മാറിയിട്ടില്ലേ? കുട്ടിക്കാലത്തെ സ്വപ്നാടന്. വാ, നമുക്ക് ആ റൂമിലേക്ക് പോകാം. അനിയനുള്ളത് വേണ്ട ദാസേട്ടാ, പോയി കിടന്നോളൂ. വാന്ന്. അതിനൊക്കെ സമയമാവട്ടെ. സദ്യ കിളമുറിക്കുമ്പോ അടുക്കള കയറി കട്ട് തിന്നണോ? പടപ്പെടുന്നല്ലേ, ഞാൻ പോവാണ്. നമുക്കിനി ഒന്നും നിശ്ചയിക്കേണ്ട കാര്യമില്ല. പഴയ കാലത്താണെങ്കിൽ ഹരിദാസൻ 2 മുണ്ട് കൊടുത്ത് അങ്ങോട്ട് അയക്കുക വേണ്ടത്. അത് ശരിയാണ്. രാവിലത്തെ ചായയുടെ വട്ടം കഴിഞ്ഞ് വാനിലും കാറിലായിട്ട് അങ്ങോട്ട് പുറപ്പെടാം. ഇവിടെ സദ്യ ഒന്നും വേണ്ട, എല്ലാം ദുഷ്ചലവാ. അത് ശരിയാണ്. ഞാൻ പോവാണ്. ബസ് സ്റ്റാൻഡ് വരെ ഞാനും വരാം. ഏതായാലും മോശമായി. ഏത് സദ്യ വേണ്ടെന്ന് വെച്ചത്. തുക്കിടി ആയതാണ് മോനല്ലേ ഹരിദാസൻ. ഹരിദാസിന്റെ കൂടെ പോയിക്കോളൂ. അവിടെ കേമായ സദ്യ ഉണ്ടല്ലോ. അവിടെ സദ്യ ഉണ്ടെന്ന് വെച്ചാൽ എനിക്കിവിടെ എന്താ? പിന്നെ കാർന്നരോട് സ്ഥാനം ഉണ്ടല്ലോ, അപ്പൊ പോണോ? അതിന് പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കോ ആ മൂത്രവി? അത്താഴത്തിന് അരി ഇട്ടില്ലേ കുഞ്ഞുമാളു? പശുക്കുട്ടി ഇപ്പോഴും പുല്ല് വൈക്കോലും തിന്നാതെ നിൽക്കുക. എന്താ അതിന് പറ്റിയതാവോ? ഇത്തിരി കഞ്ഞിയുടെ വെള്ളം കുടിച്ചു. എന്താ നിന്റെ കണ്ണില്? തീ ഊതിയപ്പോ പെണ്ണീര്. അത് അടുക്കള കൊണ്ടുവച്ചോളൂ. ഞാൻ ഈ ചെറുക്കിന് മോളിലത്തെ മുറി ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. പറ നടക്ക. നീ മുമ്പേ പോ, എല്ലി കിടക്ക. കുഞ്ഞുമാളു, പതുക്കെ ധൈര്യമായിട്ട് പോ. കുഞ്ഞുമാള്, ദാസന്റെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ചായയുടെ പണിയുടെ മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊള്ളു. സാധനങ്ങളൊക്കെ ചേറി വെക്കണം. ചെറുമേള 2 ആളെയും കൂടി വിളിച്ചോളൂ. താളിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും കാര്യങ്ങളൊക്കെ നീ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. കിടക്ക്. ഇല്ല, ഇതൊക്കെ പെട്ടെന്നാണ് ഉണ്ടായത്. സമയമുണ്ട്. കിടക്കൂ. അരുത്. വാന്ന്. ഇനി എപ്പോഴാ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. കാണണ്ട. ചെയ്ത തെറ്റിനൊക്കെ എന്റെ ദേവരെ മാപ്പ്. അങ്ങനെയൊന്നും വിചാരിക്കരുത്. വാ. അരുത്, ഇനി വേണ്ട. ആ എഴുത്തിയമ്മ ഇപ്പോ ദാസേട്ടനെ വിചാരിച്ച് കിടക്കാവില്ലേ? ദാസേട്ടനും ഏടത്തിയമ്മയ്ക്കും നല്ലത് വരട്ടെ. ഞാൻ ഇനിയും പ്രാർത്ഥിക്കും. എന്താ, സുഖല്ലേ? അറിഞ്ഞില്ലേ, ഭാഗവതർക്ക് ഇന്നലെ മോഹാലസ്യം വന്നു. വെള്ളം കൊടുത്ത് എണീപ്പിച്ചിരുത്തിയപ്പോ പിന്നെ ശബ്ദമില്ല. ഇനി ഞാനാ ബാക്കി. ശബ്ദം ഇല്ലാണ്ടായിച്ചാൽ ഭാഗവതർ മരിച്ചു എന്ന് തന്നെ കരുതാം. എനിക്ക് ഭ്രാന്താ വരാ, നട്ടഭ്രാന്ത്. അതിനു മുമ്പ് എന്റെ ഭഗവാനെ, എന്റെ ഭഗവാനെ, എന്നെ അങ്ങോട്ട് വിളിക്കണേ. എന്റെ ഭഗവാനെ, എന്റെ ഭഗവാനെ, എന്നെ അങ്ങോട്ട് വിളിക്കണേ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഇതാണ് കിഴക്ക്. പുതിയ കട്ടിലും കിടക്കയും ഒക്കെ വേണമെന്ന് ഞാൻ തന്നെയാ പറഞ്ഞത്. അവരിവിടെ നിൽക്കാനൊന്നും പോണില്ല. എങ്കിൽ അവർക്ക് ഇവിടെ ഒരു അറ വേണല്ലോ. ആ ചെറിയ മേശപ്പുറത്ത് ചന്ദനത്തിരിയും കളവും പഴവും ഒക്കെ സന്ധ്യയ്ക്ക് മുമ്പ് കൊണ്ടുവയ്ക്കുക കേട്ടോ. അനിയത്തിമാരും പെൺമക്കളൊക്കെയാണ് ഇന്ന് ഇതിനൊക്കെ എന്നെ സഹായിക്കേണ്ടിയിരുന്നത്. നിനക്കാണ് ഇതിന് യോഗം.
കല്യാണക്കാരല്ലേ കിഴക്കമ്പാട്ടല്ലേ ആ മാൺകുട്ടികളുമാരി ഒന്നും കാണായിരുന്നു കാറ് അടയ്ക്കുന്ന സൂക്ഷിക്കണം കേട്ടോ. കുട്ടിയുടെ കൈ മോന്റെ മുഖം കണ്ടില്ലേ വാടി അവന് വിശക്കുണ്ടാവും. വിശക്കാതെ ഇരിക്കുവോ? പിന്നെ അവന്റെ കാര്യം ഒന്നും പറയാ. ഞാൻ വെയിലത്ത് അവിടെ വരണ്ട. ഞാൻ അപ്പോഴേ ഇവിടെ ഒരു പ്രത്യേക പൂവിരിയും. പണം വെച്ച് സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ചാൽ രാവിലെ ഒരു നീലത്താമര. നടക്കുന്ന കാര്യമാണെങ്കിൽ ഉറപ്പാ. അത്രയ്ക്ക് വിശ്വാസം? ഇവിടത്തെ വലിയ വിശ്വാസ. ദാസേട്ടൻ പരീക്ഷിച്ചിട്ടുണ്ടോ? ഞാനോ? ഭ്രാന്ത്. എന്റെ ഭഗവാനെ, സമയായി. മോനെ അഞ്ചാ വിശനം തുടങ്ങി. അവന്റെ മോൻ നേരെ എത്ര രാഹുകാലം കഴിഞ്ഞു. അതാ കുട്ടികൾ തൊഴുത് മടങ്ങി. ശരി, നമുക്ക് പുറയിലെ വേനൽ കയറാം. അങ്ങോട്ട് പോകാം. നടന്ന മോളെ. നിങ്ങൾ കയറിക്കോളൂ. മോൻ രത്നത്തിന്റെ അടുത്ത് തന്നെ ഇരുന്നു. ആ മോന് ജന്മത്തിന് ഇഷ്ടപ്പെട്ടത് ഇങ്ങോട്ട് വരില്ല. കല്യാണം അറിയില്ല അനുരാഗമേറെയാൾ അറിവോർ തെറ്റിടുമൊക്കെയൊക്കുകിൽ നിറവേറുകയില്ല കാമിതം കുറയും ഹാസഖി ഭാഗ്യശാലികൾ. മുകളിലേക്ക് അഞ്ചാ പച്ചവെള്ളം മതി. ജീരവെള്ളം കുടിക്കില്ല. ഓ, പാത്രമായിട്ട് കേറുമ്പോ നോക്കണം കേട്ടോ. മൂന്നാമത്തെ കോണിപ്പിടി വല്ലാണ്ട് ഇളകും. കിടക്കുമ്പോ തെക്കേ ജനാല അടച്ചോളൂ കേട്ടോ. വടക്കേലെ പൂച്ച അതിലാണ് എന്നും വരിക. എത്ര കാലമായി വന്നിട്ട്? കുറച്ചേ ഉള്ളൂ. അമ്പലക്കുളത്തിലാണോ കുളിക്കുന്നത്? തൃപ്പടിയിൽ പണം വെച്ച പൂവിരിയും. പൂവിരിഞ്ഞ അനുഭവമാണെന്ന് പറയുന്നത് ശരിയാ? അങ്ങനെ എല്ലാരും പറയണേ. കുഞ്ഞുമോളെ എന്താ പരീക്ഷിക്കാത്ത? നിനക്കെന്നും ഞാനുണ്ട്.
ഭാഗവതർക്ക് മിണ്ടാൻ വയ്യാത എന്ന് പറഞ്ഞല്ലോ. അതെ, മോഹാലസ്യായിട്ട് കിടക്ക. പാട്ട് കേൾക്കണ്ടല്ലോ. എനിക്ക് കേൾക്കാനില്ലല്ലോ. കുട്ടി, ആ നടക്കൽ കയറി നിന്ന് ഹൃദയം പൊട്ടി ഒന്ന് കരയൂ. അല്ലെങ്കിൽ നിനക്ക് വല്ലതും സംഭവിക്കും. കരയൂ കുട്ടി. മതി, എഴുന്നേൽക്കൂ. ഇനി കരയരുത്. ഏതി ജീവന്തമാനന്ദോ നരം വർഷശതാതപി. വാത്മീകി രാമായണത്തിന് മുഴുവൻ സത്താണിത് മോളെ. നീ ജീവിക്കൂ. കാലം നിന്റെ ദുഃഖത്തെയും ആനന്ദമാക്കും. വിളിക്കാൻ വരട്ടെട്ടോ. ഒറ്റ മിനിറ്റ്. മുളക് സംബന്ധി അരച്ചിട്ടില്ല. ചട്നി പറ്റില്ലേ? മുളക് സംബന്ധി നിർബന്ധമാണോ? അങ്ങനെ പറയണേ. എന്നെക്കാളും ദാസേട്ടന്റെ ഇഷ്ടക്കേടും കുഞ്ഞുമാളിനാവും അറിയാം. അരച്ചോളൂ. കുഞ്ഞുമാളിനെ കുറെ ഏറെ ഒന്ന് പഠിപ്പിക്കാനുണ്ടാവും. ഓ ഈശ്വര, മാനം രക്ഷിച്ചു. ഓ, ഒരു 100 മില്ലിയുടെ. അച്ഛന്മാരെ, അവിടെ പണിക്ക് നിൽക്കണ കുഞ്ഞുമാളുവിന്റെ അമ്മാമ്മയുടെ മാനാ ഞാൻ. അതിന് ഞാനെന്ത് വേണം? അവളൊന്നും ഇങ്ങോട്ട് അയക്കണം. തിരക്ക് തീരുമ്പോ വരും. അച്ഛനായരെ, പറയുന്നത് കേട്ടാത്തൊന്നും അവളെ ആരോ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. അധികം ഒച്ചയിടണ്ട. എന്താണായരെ? ഇയാളുടെ അടുത്തൊരു കുട്ടിയുണ്ട്. അത് കിഴക്കമ്പാട്ട് ജോലിക്ക് നിൽക്കണു. അടുത്തൊന്നും കണ്ടിട്ടില്ല, എന്നാലും തെറ്റില്ല. പട്ടിണി കിടക്കുന്നിടത്ത് വിളിച്ച് ഉണ്ണാനും ഉടുക്കാനും കൊടുത്ത് അല്പം ജീവൻ വെക്കുമ്പോ കാണാൻ ഇവറ്റെല്ലാം തല പൊക്കണു. നായരെ, ഹരിദാസന്റെ കല്യാണം കഴിഞ്ഞില്ലേ? ഇനി കിഴക്കപ്പോട്ടെ പണിക്കാരുടെ ആവശ്യം എന്താ അച്ഛനാര്? ആ 100 പൈസ വെച്ചിട്ട് പോ. കുട്ടിക്കൃഷ്ണ, എനിക്കൊരു 100 കൊടുത്താ. കുഞ്ഞുമാളോ, നീ വേണമെങ്കിൽ ഇന്നൊന്ന് വീട്ടിൽ പോയിട്ട് വന്നോളൂ. രത്നം ഉണ്ടല്ലോ ഇവിടെ. നിന്റെ അമ്മാമ്മയുടെ മക ഇന്നലെ അച്ഛനേരെ കണ്ടു പറഞ്ഞത്രേ. വൈകുന്നേരത്തേക്ക് വരണം. ദാസേട്ടൻ ഇന്ന് പോവാണ്. നീ വേണം എനിക്ക് തുണക്കി കിടക്കാൻ. ഞാൻ പോണില്ല. നിന്റെ മുത്തച്ഛ വയ്യാതെ കിടക്കല്ലേ? ഒന്ന് പോയി കണ്ടു വന്നോളൂ കുട്ടി. പോയി വാ കുട്ടി. ഇവളുടെ അമ്മാവിടെ മകന് ഒരുത്തനുണ്ട്. ഇവളെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞുകൊണ്ട് വന്നു. ഇവൾക്കാണെങ്കിൽ ഭയങ്കര മടി. അതെന്താ? അവൾക്ക് ഇഷ്ടമില്ലാച്ച പിന്നെ നമ്മൾ നിർബന്ധിച്ചാ പറ്റുമോ? ദാസേട്ടൻ എന്ത് പറഞ്ഞു? അവൻ എന്ത് പറയാനാ? അവന്റെ പുസ്തകങ്ങളും കുത്തിക്കുറിക്കലും അല്ലാണ്ട് വേറെ എന്തിലാ അവനൊരു താല്പര്യം? പാവം.
കുഞ്ഞുമാളു, നീ പോകാൻ തന്നെയാണ് ഭാവം. നീ എന്റെ കൂടെ പൊറുക്കാൻ തയ്യാറില്ല അല്ലേ? ഇനി എങ്ങനെയാ ഞാൻ മറ്റൊരാളുടെ കൂടെ പൊറുക്കുക? ഞാനത് ചോദിക്കാൻ മറന്നുപോയി. എങ്ങനെയുണ്ട് എന്റെ അമ്മൂമ്മയ്ക്ക്? അറിയില്ല. നീ എന്താ ഉച്ചയ്ക്ക് തന്നെ ഓടിപ്പോന്നത്? അയാളുടെ ചീത്ത വെക്കാൻ എനിക്ക് വയ്യ. ഇത്തിരി കുടിക്കുകയും ചെയ്യും. ഇത്തിരി കുടിക്കുന്നത് ഇപ്പോഴും യോഗ്യതയാണ്. ദാസേട്ടനും തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അയാൾ നിന്റെ അമ്മാവന്റെ മകനല്ലേ? ഇതെന്താ ഇത്? ഓ, ഇതാണല്ലേ വിശേഷമുള്ള പൂവ്. എല്ലാ ദാസേട്ടനും വിശ്വാസം തുടങ്ങിയതാവോ? ദൈവങ്ങളാണ് ആളുകളെ ചൂഷണം ചെയ്യുന്ന വലിയ മുതലാളിമാര് എന്നൊക്കെയാണല്ലോ പ്രസംഗം. ഞാൻ കുറ്റം പറയില്ല. ഇഷ്ടമില്ലാത്തവരെ കല്യാണം കഴിക്കാൻ പ്രയാസം തന്നെയാണ്. നിനക്ക് അയാളെ ഇഷ്ടമില്ലല്ലേ? ഇനി ആ പടി ചവിട്ടിയ കാല് കൊത്തി നിർക്കുന്ന പറഞ്ഞ്. അതൊക്കെ ദേഷ്യത്തിന് പറഞ്ഞതാവും. ആരെങ്കിലും അങ്ങനെ ചെയ്യുവോ? നിന്റെയും കൂടെ വീടില്ലേ അത്? കുഞ്ഞാളോ, നിങ്ങളെ കണിച്ചിട്ട് കിടന്നോളൂ. അമ്മണി, ഒന്നവിടെ നിൽക്കൂ. നിന്നെ പുറത്തേക്ക് കാണണേയില്ലല്ലോ. ഏടത്തും കുട്ടികളും പോയാ പിന്നെ നിനക്കെന്താ അത്ര തിരക്ക്? സുഖമില്ല കുട്ടി. പടി വരെ 3-4 പ്രാവശ്യം ഞാൻ വന്നു. അകത്ത് വരായിരുന്നില്ലേ? നാളെ കാണോ? വരാം. കുഞ്ഞുമോള്, ഏതേ കുട്ടി? അമ്മണി. ശാരത്തെ? വാ പോകാം. നാളെ നേരത്തെ എണീറ്റ് അമ്പലക്കുളത്ത് വരണം നമുക്ക്. എന്തിന്? കാര്യമുണ്ട്. ഞാനും തൃപ്പടിമേൽ പണം വെച്ച് ഒരു കാര്യം അറിയാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പരീക്ഷിക്കാൻ പാടില്ല എടുത്തേ. നമുക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങള് പറഞ്ഞു തരേണ്ടത് ആരാ? ഭഗവാനല്ലേ? അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്. നാളെ പൂവിരിയാൻ നോക്കാം. വീട് ശരിയായിട്ടുണ്ട്. ഞങ്ങൾക്കിനി മാറാം. ലീവ് എടുക്കാതെ കഴിക്കാമല്ലോ, അല്ലേ അമ്മേ? നിങ്ങൾക്ക് പണിക്കൊരാള് വേണ്ടേ? കുഞ്ഞുമോളിനെ കൊണ്ടുപോവാം. അപ്പൊ ഇവിടെയാ? അമ്മയും പോന്നോട്ടെ. അച്ഛനോരുള്ളതുകൊണ്ട് വീട് പൂട്ടിയിട്ട് വന്നാൽ ഒരു കുഴപ്പമില്ല. ഞാൻ ഏതായാലും ഈ തറവാട് വിട്ട് എങ്ങോട്ടും ഇല്ല മക്കളെ. എടുത്തി പരീക്ഷിക്കാൻ വെച്ചിട്ടാ പൂ വിരിയാത്തത്. മറുപടി കിട്ടാത്തതാവും കുഞ്ഞുമാളു. ചിലപ്പോൾ ശരിക്കുള്ള ഉത്തരം. നീ വരുന്നില്ലേ എന്റെ കൂടെ? ഏടത്തേക്ക് ഇഷ്ടം. നിനക്കിഷ്ടമാണോ? അമ്മയുടെ കൂടെ വെച്ചാൽ അങ്ങനെ, ഏടത്തിന്റെ കൂടെ വെച്ചാൽ അങ്ങനെ. നിങ്ങൾ തീരുമാനിച്ചാൽ മതി. നിനക്ക് സ്വന്തം തീരുമാനമൊന്നുമില്ലേ? എന്നെ പോലുള്ള ഒരു തീരുമാനം എടുത്തിട്ട് എന്താ കാര്യം? എന്റെ കുറെ പഴയ സാരി ഉണ്ട്. 4 കുട്ടിക്ക് കൊടുക്കാൻ പോവാ. ആർക്ക്? കുഞ്ഞുമോളിന്. വൈകുന്നേരം അവളെ സാരി ഉടുപ്പിച്ച് ഞാൻ പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് നടക്കാൻ. സുന്ദരിയല്ലേ? വെറുതെ സാധുക്കളെ ദ്രോഹിക്കണ്ട. പെൺകുട്ടികളല്ലേ, അവർക്ക് മോഹം ഉണ്ടാവില്ലേ? കുഞ്ഞുമോൾ എവിടെ? അവള് പശുവിനെ മാറ്റിക്കിട്ടെ.
പഴയ ഹരിദാസ് കിഴക്കുംപാട്ട്. മാളകുട്ടിയമ്മ കിഴക്കുംപാട്ട്. കിടക്കുമ്പോ തെക്കേ ജനാല അടച്ചോളൂ കേട്ടോ. വടക്കേലെ പൂച്ച അതിലെ ഒന്നും വരിക. പുതുതായിട്ട് മാറ്റം വന്ന ഓഫീസർക്ക് എന്ത് സ്നേഹമാണെന്ന് വെച്ചു നേരെ. നമ്മുടെ നമ്പ്യാര് സാറല്ലേ, ഹരിദാസിന്റെ അച്ഛന്റെ സ്വന്തം ആളായിരുന്നു. എന്താ നിശ്ചയിച്ചത്? നാളെ പുറപ്പെടാം. അച്ഛൻ നായർ പറയണു നാളും ദിവസമൊക്കെ നല്ലതാണ്. നാളെ നല്ല ദിവസാ കുട്ടികളെ, പുറപ്പെട്ടോളൂ. അച്ഛനാരെ, കുഞ്ഞുവാളന്റെ വീട്ടിൽ പറഞ്ഞേക്കൂ. പറയാതെ കൊണ്ടുപോകുന്നത് ശരിയല്ല. ഞാൻ അവളെ എറണാകുളത്തേക്ക് കൊണ്ടുപോവാണ്. ഇനി ഞാൻ മാത്രമായി ഈ വീട്ടില് അല്ലേ? മാളൂട്ടിയമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. വിളിച്ചാ വിളി കേൾക്കുന്നിടത്തല്ലേ ഈ അച്ഛൻ നായർ. ആ, ഞാൻ അക്കരെ വെളുത്തേടത്ത് പോയി വിവരം ഒന്ന് പറഞ്ഞിട്ട് വരാം. നമുക്ക് അവിടെ വേറെ ആളെ കിട്ടും. അവളെന്തിനാ? അതൊക്കെ അസൗകര്യമാവും. അത് പാവാണ്. ആ, പോകുമ്പോൾ എന്തെങ്കിലും കൊടുത്തേക്കൂ, അത് മതി. എത്ര? പഴയ ചില സാരിയൊക്കെ കൊടുത്തില്ലേ, വല്ല 10-25 കൊടുത്തേക്കൂ. അത് മതിയോ? ഓ, ധാരാളം. ചെയ്ത സേവനങ്ങൾക്കെല്ലാം കൂടി എന്റെ 4 പഴയ സാരി, ദാസേട്ടന്റെ 25 രൂപ മതിയോ? പിന്നെന്ത് വേണമെന്നാണ് രത്നം പറയുന്നത്? സഹതാപം അത്ര മതി. ആവശ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഇവരെയൊക്കെ മുമ്പിലും പരിസരത്തിലും കാണുമ്പോൾ വലിയ അസ്വസ്ഥതയാവും അല്ലേ? ആരെയും ആവശ്യമില്ലാതെ ആശിപ്പിക്കരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് ദാസേട്ടന്റെ മിടുക്ക്. പക്ഷേ മോഹിപ്പിച്ച് അടുപ്പിച്ച് പിന്നെ വലിച്ചെറിയുന്നത് തെറ്റാണ് ദാസേട്ടാ. നോൺസെൻസ്. അവൾക്ക് അവിടെ ഒരു കല്യാണ ആലോചനയോ മറ്റോ ഉണ്ടെന്ന് കേട്ടല്ലോ. നമ്മൾ എന്തിനു ബുദ്ധിമുട്ടിപ്പിക്കണം? ഓ, അതും ഒരു സൗകര്യം. പക്ഷേ ദാസേട്ടൻ ആള് വിദഗ്ധനാണ്. രത്നം എന്താ പറഞ്ഞത്? ക്ലവർ. ദാസേട്ടൻ മിടുക്കനാണെന്ന്. ഒരപകടം ഉണ്ടാക്കിയില്ലല്ലോ. അപവാദം, സത്യാഗ്രഹം, ഭീഷണി. യു ആർ ക്ലവർ, വെരി വെരി ക്ലവർ. രത്നം, ഐ വാൺ യു. ഞാൻ പലപ്പോഴും ആണുങ്ങളെ പറ്റി ആലോചിക്കാറുണ്ട്. സപ്പോസ് ഫോർ ആർഗ്യുമെന്റ് സേക്ക്, സപ്പോസ് ഫോർ ദ സേക്ക് ഓഫ് എ ഹൈപ്പോത്തസിസ്. പഠിച്ച ലോജിക്ക് വെക്കേണ്ടത് വെച്ചാൽ മതി. ഇടയ്ക്ക് പൊടി തട്ടിയെടുത്തില്ലെങ്കിൽ എന്ത് പ്രയോജനം? സപ്പോസ് നമ്മുടെ കല്യാണ രാത്രിയിൽ ഞാനൊരു കന്യകയല്ല എന്ന് കണ്ടിരുന്നെങ്കിൽ ദാസേട്ടന്റെ റിയാക്ഷൻ എന്തായിരിക്കും? അവള് വേലക്കാരി. ഏത് കണ്ടീഷനിൽ ഏൽക്കാൻ ഏതെങ്കിലും സാധുക്കൾ ഉണ്ടാവും അല്ലേ? എന്റെ സ്വപ്നത്തിലെ ആരാമത്തിലൊരു മുട്ട് കരിഞ്ഞാൽ എന്റെ ഹൃദയത്തിൽ ചാമ്പൽ വീഴും എന്ന മറ്റൊരു കവിതയില്ലേ? ദാസേട്ടൻ ചൊല്ലിത്തന്നതാണ്. എഴുതിയതും ദാസേട്ടൻ തന്നെയല്ലേ? ആയിരിക്കാം. അതിന് ചുമ്മാ ചോദിച്ചതാ. വന്ന് കയറുമ്പോഴേക്കും തലേ കയറാൻ നോക്കണ്ട. വിനീത വിധേയ ദാസികളെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. യു ഹിപ്പോക്രാറ്റ്, യു മിസറബിൾ ഹിപ്പോക്രാറ്റ്. അമ്മേ, ഞാൻ പുറത്തറിയണ്ട. ഇപ്പൊ തന്നെ ഇങ്ങനെ തുടങ്ങിയ കുട്ടികളെ നിങ്ങൾ എവിടെ എത്തും? വീട് ഞാൻ പൂട്ടിയിടാണ്. ഞാനും പറഞ്ഞിട്ട് നിങ്ങളുടെ കൂടെ. വേലക്കാരുടെ പ്രശ്നം ഇനി ഇവിടെ ആരും പറയരുത്.
രണ്ടാൾക്ക് വെച്ച് വിളമ്പി കൊടുക്കാൻ എനിക്ക് ഇപ്പോഴും കഴിയും. ആ കുഞ്ഞുമാളു, ഞാൻ ഇവരുടെ കൂടെ പോവാണ്. കുഞ്ഞുമാള് വീട്ടിൽ പോയിക്കോ. ഇനി ആവശ്യം അച്ഛനോട് പറഞ്ഞയക്കാം. എന്നാ ഇത് വെച്ചോ. ആ പെണ്ണിനെ കാണാനില്ല. പോയാവോ? രാത്രി ഒന്നും പറഞ്ഞില്ല. രാവിലെ പോവുകയാണെങ്കിൽ അവൾ യാത്ര പറയാതെ പോവില്ല. അവളുടെ മുണ്ടും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, പൈസയും കൂടി. എന്നാ കുളിക്കാൻ പോകാവും. അടുക്കള തുടച്ച് വെള്ളം കോരി വെച്ചിട്ടേ സാധാരണ പോവാറുള്ളൂ. അമ്പലക്കുളത്തില് ഒരു പെണ്ണുങ്ങളുടെ ശവം പൊന്തിക്കിടക്കണം. എന്റെ ഭഗവാനെ, അറിഞ്ഞില്ലേ? അമ്പലക്കുളത്തിൽ ഒരു സ്ത്രീയുടെ ശവം. ആരെന്ന് ഒന്ന് അന്വേഷിക്കൂ. സേഫ്റ്റി മെത്തേഡ്സ് അറിയും പഠിച്ചവർക്കെന്നാ ഞാൻ കരുതിയത്. തെറ്റ് പറ്റിപ്പോയല്ലോ എന്റെ ബിരുദനായ ദാസേട്ടനും. ഏഴ്, എട്ട്, 9. ഇപ്പൊ നീ സേഫാണ്. ഈ കണക്കൂട്ടിലൊക്കെ അങ്ങ് പഴിച്ചാലോ? പഴച്ചു, പെണ്ണ് പഴച്ചു. അല്ലാതെ പെണ്ണെന്നാ കൊടുത്ത ചാളവേ. നല്ലൊരു പെണ്ണായിരുന്നു കേട്ടോ. എന്താ കാര്യം? നല്ല കൂട്ടുകാരി പോയി അല്ലേ? ഞാനിവിടുന്ന് പോവാണ്. എങ്ങോട്ടാ? വീട്ടിൽ കയറണ്ടെന്നാ പറഞ്ഞ്. കിഴക്കമ്പാട്ട വീട് പൂട്ടി പോവാ. എവിടെയെങ്കിലും പണിക്കാരികൾ ആവശ്യമുള്ള ഏതെങ്കിലും വീടുണ്ടാവുമല്ലോ. നിന്നെ വിളിക്കാൻ എനിക്കൊരു വീടില്ല മോളെ. ഈ ആൽത്തറയുടെ ചോടല്ലേ ഉള്ളൂ എനിക്ക്. ഏതായാലും നീ പറയാതെ പോകുന്നത് ശരിയായില്ല. ഒരല്ലലില്ലെങ്കിൽ എനിക്ക് കല്ലായിരിക്കുവാനാണിനി മേലിലിഷ്ടം. മരിച്ചിടും മർത്യത എന്തിനായി കരഞ്ഞിടാനോ കരയിച്ചിടാനോ. നിന്റെ സാധനങ്ങളൊക്കെ എടുത്തില്ലേ? കുട്ടി, ഞാൻ വരട്ടെ. അപ്പോ താൻ റൊട്ടിപ്പണിക്ക് പോയില്ലേ? ഇല്ല. വിഴുപ്പലക്കാൻ ആരെങ്കിലും വേണ്ടേ ഈ ദേശത്ത്? എവിടെയാണ് നിന്റെ ഭാണ്ഡം? വാടി.
ഒന്നും ഒന്നേ പടിഞ്ഞാറപ്പാട്ടേക്കുള്ള വഴി ഏതായി കുട്ടിയുടെ പണിക്ക് നിർത്താനാ.